തള്ളലുണ്ടല്ലേ പൃഥ്വിരാജ്, എന്റെ പൊന്നോ, ഇതൊരു ബോളിവുഡ് മസാല പടം ഉണ്ടല്ലേ, ഒരു പൂറ ബോളിവുഡ് മസാല പടം. അത് തന്നെ. ഇതാണ് ഖുറേഷി, എന്താണ് ഖുറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അഹങ്കാരം എന്ന് പറയുന്ന പൃഥ്വിരാജാണെങ്കിൽ അവനാണെങ്കിൽ അഹങ്കാരം ശകലം കാണിക്കും. ഇതേപോലുള്ള ഒരു മനുഷ്യനെ കൊണ്ടൊന്ന് മറ്റേ പരിപാടി ചെയ്യണം. അടിച്ച് നിന്റെ മൂന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. 5 ഡയലോഗാണ് ആ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചത്. 5 ഡയലോഗ്. ആര് ഇന്ത്യൻ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കണം. കുനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവൂർ, പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് അത് ചെയ്തതെന്ന് തോന്നിപ്പോയി. അദ്ദേഹം ഒരു മിനിമം സെൻസ് ഉള്ള ഒരാളല്ലേ. ഇവനെന്താ ഇങ്ങനെ സഞ്ചാരി എന്നൊക്കെ പറഞ്ഞ പാട്ട് ഈ സിനിമയില് L2 എമ്പുരാൻ്റെ അകത്തുള്ള ഒരു പാട്ട്, ഒരു പരിപ്പ് വട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിനക്ക് തലയ്ക്കല്ല. മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഫാൻസിന് ഗൂസ്ബം ഗ്യാരണ്ടി ഇടുക. അന്യായ മേക്കിംഗ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കരുതി ഒരു രാജമൗലി പടമാണ് കാണുന്നത്. അതുപോലത്തെ ഒരു, അതായത് ഇൻട്രോ സീൻ ഓഫ് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ മേക്കിംഗ്. ഒരുപാട് കോടികൾ പൊട്ടിച്ച പടമാണ്. ആ കോടികൾ പൊട്ടിച്ചത് നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ലാലേട്ടൻ സ്റ്റീഫൻ ആവുന്ന സമയത്തുള്ള ലാലേട്ടൻ ഉണ്ടല്ലോ, അത് തീപ്പൊരിയാണ്. ഇതില് CPM മാക്സിമം മുരളി ഗോപി കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് വിശ്വസിക്കില്ല. കല്ലടിക്കുന്ന് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ നാട്ടുകാരോട് ആചാദിക്കുകയാണ്. നിങ്ങളും ഇത് വിശ്വസിക്കരുത്. ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൊടുക്കേണ്ട മര്യാദ ഈ സിനിമ കൊടുത്തിട്ടില്ല. മനഃപൂർവ്വമായിരിക്കില്ല, പക്ഷെ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ചൈനീസ് റെസ്റ്റോറൻറ്റിലെ മറ്റേ ഇതുണ്ടാക്കുന്നില്ല, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആളെ കാണിക്കേണ്ട അവസ്ഥ.